ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുട്ടിക്ക് ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് യാതൊരു ജാതകം നല്ലത്, സമയം നല്ലത്, ഒക്കെ നല്ലതാണ്. ജ്യോത്സ്യന്മാർ കേസരി യോഗമുണ്ട്, മാളവ്യ യോഗമുണ്ട്, ഇത്ര യോഗങ്ങളുണ്ട്, ശശമഹായോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ജാതകത്തിൽ 10 യോഗങ്ങളുണ്ടാവും. പക്ഷേ ഈ കുട്ടി ഇതൊന്നും അനുഭവിക്കുന്നില്ല. എന്താണ് കാരണം? അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ നമ്മുടെ അടുത്ത് വരും. എന്താണ് കാരണം? എൻ്റെ കുട്ടിക്ക് എല്ലാ യോഗങ്ങളിലും ജ്യോത്സ്യൻ എഴുതിയിട്ടുണ്ട്, ശരിയാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അപ്പം നമ്മളത് നോക്കും. നോക്കിക്കഴിയുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ ചോദിക്കും. അപ്പം തന്നെ ഈ കുട്ടിയുടെ സഹോദര തുല്യർ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സഹോദര തുല്യർക്ക് എന്തെങ്കിലും ആപത്തുകൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയാൻ പറ്റും. അവർക്കറിയാലോ മതി. അപ്പം ആ ഒരു കുഞ്ഞ്, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മളിപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഒരു കുട്ടി അബോഷനാക്കാം. ചിലപ്പോൾ കുട്ടിക്ക് വളർച്ചയില്ലാണ്ടായിരിക്കാം, ചിലപ്പോൾ കുട്ടിക്ക് നമുക്ക് പറ്റാഞ്ഞിട്ടായിരിക്കാം. ഇപ്പോൾ സ്റ്റൈലാണതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മരിക്കുന്ന കുട്ടിക്ക് മനസ്സ് പ്രാവിക്കൊണ്ടാണ് പോണത്. ഈ ബാലശാപം ഈ വരുന്ന കുട്ടിക്കാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം ഈ വരുന്ന കുട്ടിക്ക് ഇതിൻ്റെ ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തൊക്കെയായാലും ഒരു പുരോഗമനമില്ല. പക്ഷെ എല്ലാത്തിനും മിടുക്കലാണ്, കാര്യമായിട്ട് ജോലി കിട്ടുന്നില്ല, കല്യാണം. ഏതിനെയാണോ ബാധിച്ചിരിക്കുന്നത് ആ ഭാവം മുഴുവൻ മോശമായിരിക്കും. ഏത് ഭാവത്താണോ ഇത് നിൽക്കുന്നത് ആ ഭാവം വളരെ മോശമായിട്ടാണ് വരിക. അതുപോലെ തന്നെ പരദേവതയുടെ ദോഷം എന്ന് പറയും. ഇപ്പോൾ 9ാം ഭാവം കൊണ്ട് അച്ഛൻ്റെ പരദേവത, 5ാം ഭാവം കൊണ്ട് 4ാം ഭാവം കൊണ്ട് അമ്മയുടെ പരദേവത. ഈ പരദേവത എന്ന് പറയും. പരദേവതകൾ എടുത്തു മാറ്റപ്പെടുകയോ പരദേവതകൾ ഭജിക്കാതിരിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഈ ജനിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റേതായ ശാപതാപങ്ങൾ ഉണ്ടാവും. കാരണം കുലദേവത അനുഗ്രഹിച്ച കുലം കുളിർക്കുന്ന പറയുന്നത്. അപ്പം ആ കുലദേവതയുടെ ദോഷങ്ങൾ അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആളുടെ ജാതകത്തിൽ അവരുടെ പൂർവികമായിട്ട് അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദേവത ഇപ്പം ഈ ഇവരുടെ തലമുറയായി കഴിഞ്ഞപ്പോൾ ആരാധിക്കുന്നില്ല. ഇവരെ കുറ്റായിരിക്കും, ഇവർക്ക് അറിയില്ല. ഇപ്പം എല്ലാവരും വിറ്റ് പോവുകയാണ് സ്ഥലങ്ങളൊക്കെ. അപ്പം അങ്ങനെ വിറ്റ് പോകുമ്പോൾ ഈ ദേവത എവിടെ പോയിന്നോ ആവാഹിച്ചു മാറ്റി എന്ന് പറഞ്ഞാലും ആവാഹിച്ചൊന്നും പോവില്ല. ഈ സർപ്പങ്ങളും ചില ദേവതകളും ആവാഹിച്ചൊന്നും പോവില്ല, അവിടെ തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ ഈ നമുക്ക് സർപ്പമുണ്ടെന്ന് അറിയില്ല. അപ്പം അവിടെയൊക്കെ നമ്മൾ അഴുക്കിടുക, വേസ്റ്റൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സർപ്പത്തിന് ദോഷം വരും.